ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നത്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന ഇതൊരു പുതിയ മുഖമാണല്ലേ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബില്ലു. ദിസ് ഈസ് അവർ ബില്ലു. ഇവൻ ഇച്ചിരി പ്രകൃതി കുട്ടനാണ്, അതുകൊണ്ട് ഇവന് കിട്ടുന്നൊരു പണി കൊടുക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇവന് 4 മാസം പ്രായമായിട്ടുണ്ട്. ഇതുവരെ വാക്സിൻ എടുത്തിട്ടില്ലായിരുന്നു. ഞങ്ങളുടെ എല്ലാ ദേഹത്ത് സ്ക്രാച്ച് ആയിട്ടുണ്ട്. അങ്ങനെ ഇവന് നമ്മൾ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തുള്ള സർക്കാർ മൃഗാശുപത്രിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവൻ ഈ പൂച്ചയെ പോലെ ഇരിക്കുന്നെങ്കിലും ഇവൻ ശരിക്കും പൂച്ചയൊന്നുമല്ല കേട്ടോ. ഇവൻ്റെ സ്വഭാവം കറക്റ്റ് പുലിയെ പോലെയാണ്. കാരണം ആൾ വന്ന് കൊണ്ടുവന്ന് നിർത്തിയപ്പോഴേ ഓടി അകത്തോട്ടൊക്കെ കയറിയിട്ടുണ്ട്. ആളിന് പേടി എന്ന് പറയുന്ന സാധനമില്ല. അകത്ത് കയറി ഡോക്ടറെ പോയി തനിയെ പോയി കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഒന്നൊരു ആവശ്യമേ ഇല്ല. ആളിനെ തനിയെ വിട്ടായിരുന്നെങ്കിൽ അത്രയും നല്ലത്. അങ്ങനെ ഇവിടെ വന്ന് ആൾ കിടന്നു റിലാക്സ് ചെയ്ത് ഇങ്ങനെ കിടക്കുകയാണ്. എന്തിനാ വന്നതെന്നൊന്നും ആളിന് അറിയത്തില്ല. ഇപ്പം കുത്തി വെക്കും എന്നുള്ള ചിന്തയൊന്നും ഇല്ല. സംഭവം ആദ്യമായിട്ട് ല്ലേ, അപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നൊന്നും അറിയില്ല. അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഡോക്ടർ ദാണ്ട് ഇതായിട്ട് വന്നിട്ടുണ്ട്, സിറിഞ്ചായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കാല് പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ ദാണ്ട് നമ്മുടെ കുത്തിവെപ്പ് ഇവിടെ കഴിഞ്ഞു. സംഭവം കഴിഞ്ഞപ്പോഴേ ആൾ ചാടി എണീറ്റൊരു ഒറ്റ ഓട്ടമാണ് കേട്ടോ. എവിടെ പോയി പാത്തിരിക്കുമെന്ന് നോക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയ്ക്കൊക്കെ വന്ന് നോക്കിയിട്ടുണ്ട്, എവിടെയെങ്കിലും കയറി ഒന്ന് പാത്തിരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടെന്ന്. അപ്പോഴത്തേനും ഞാനങ്ങ് പിടിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ കുത്തിവെപ്പ് കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾക്ക് കുറച്ച് ആശ്വാസമായി. കാരണം ആളിനെ കുത്തി വെച്ചിട്ടില്ലാത്തത് കൊണ്ട് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ദേഹത്ത് ഇവൻ സ്ക്രാച്ച് ആക്കിയപ്പോഴത്തേനും ഞങ്ങൾക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒട്ടും വൈകാതെ തന്നെ ഞങ്ങളിങ്ങ് വാക്സിൻ എടുക്കാൻ കൊണ്ടുവന്നതാണ്. വാക്സിനേഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത എപ്പോഴാണ് വാക്സിൻ ഡേറ്റ് എന്നുള്ളതൊക്കെ ഇതിൽ അവർ എഴുതിയിട്ടുണ്ട്. ഇനി വരുമ്പോൾ ഈ കാർഡുമായിട്ട് വരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവൻ്റെ വാക്സിനേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്കല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം കൂടെ ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പം ഞങ്ങളിതാ ഇവിടുന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ കാറിലേക്ക് പോവാണ്. വീട്ടിലേക്കല്ല പോകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. ശരിക്കും പറഞ്ഞാൽ ഇനിയാണ് ശരിക്കുള്ള യുദ്ധം നടക്കാൻ പോകുന്നത്. ഇവൻ്റെ നെയിൽ കട്ട് ചെയ്യിക്കാനായിട്ട് പോവാണ്. ഞങ്ങൾക്ക് ഇവൻ്റെ നെയിൽ കട്ട് ചെയ്യാൻ നോക്കിയിട്ടൊന്നും പറ്റുന്നില്ലായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം പേടിയുള്ള കൂട്ടത്തിലാണ്. ഈ വക സാധനങ്ങളൊക്കെ എനിക്ക് അത്യാവശ്യം പേടിയായിരുന്നു. പക്ഷേ ഇവനുമായിട്ട് അടുത്ത് കഴിഞ്ഞപ്പോൾ ഇവനെ എടുക്കാനും ഇങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഇവനോടൊരു സ്നേഹവും ഇഷ്ടമൊക്കെ വന്നപ്പോഴത്തേനും ഇവനോടുള്ള പേടിയൊക്കെ എനിക്ക് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ നെയിൽ കട്ട് ചെയ്യാൻ നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല. ഇവന് ഇരുന്ന് തരുന്നില്ല. അങ്ങനെ ഇതിനെ പൂച്ചയൊക്കെ വളർത്തിയും നോക്കിയൊക്കെ ചെയ്യുന്ന ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ഉണ്ട്. ആളുടെ വീട്ടിലേക്ക് ഞങ്ങൾ ഇവനുമായിട്ട് പോവാണ്. അപ്പോൾ ആൾ നെയിൽ കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് പോയി കട്ട് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മുടെ ഓൺ എക്സാം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അതാണ് റോഡിലൊക്കെ പിള്ളേർ ഉച്ചയായതേ ഉള്ളൂ കേട്ടോ. പിള്ളേർ എക്സാമിന് പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഞങ്ങൾ ടേൺ ചെയ്തപ്പോൾ ചെറിയൊരു തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. ആളിനെ ഞാൻ ഫ്രണ്ടിലാണ് ഇരുത്തിയത്. അവനിക്കത് പറ്റുന്നില്ല. അവൻ ഉടനെ ബാക്കിൽ കയറിയിട്ട് അവിടെ സീറ്റിലങ്ങ് കിടന്നിട്ടുണ്ട്. അവനിപ്പോൾ എന്നെ സൂക്ഷിച്ച് നോക്കുന്നുണ്ടോ. അവനിക്കങ്ങോട്ട് പറ്റുന്നില്ല. അവൾ സമ്മതിക്കത്തില്ല. അവൾ എപ്പോഴും വീഡിയോ എടുപ്പാന്ന് പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞ് അങ്ങോട്ട് കിടന്നിട്ടുണ്ട്. എന്ത് ക്യൂട്ടാന്ന് നോക്കി കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചില സമയത്തൊക്കെ ഞെക്കി പുളുത്താൻ തോന്നാറുണ്ട്. അത്രയ്ക്ക് ക്യൂട്ട്നെസ് ആണ് എനിക്ക്. എന്തായാലും നമ്മൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അടുത്ത പണിയാണ് എനിക്കിപ്പോൾ കിട്ടാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇവൻ കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ പണി കിട്ടിക്കൊണ്ടിരിക്കുകയും. ബില്ലുവിനെ നമ്മൾ കൊണ്ടുവന്നിട്ട് നഖം വെട്ടാനായിട്ട് പിടിച്ചിരുത്തിയിട്ടുണ്ട്. കൈയും കാലുമൊക്കെ പിടിച്ചിട്ട് ആൾ തട്ടി മാറ്റുകയാണ്. ആദ്യം വലിയ പാട് വെട്ടു. എന്തായാലും ആൾ ഒരു തരത്തിലും ഇരുന്ന് തരത്തില്ല. അവൻ ഇച്ചിരി പ്രശ്നക്കാരനാണ്. ഞങ്ങൾ വീട്ടിലിട്ട് കുറേ നോക്കിയിട്ടാണ് ലാസ്റ്റ് ഇങ്ങനൊരു കടുങ്കൈ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഇതിൻ്റെ മെത്തേഡും കാര്യങ്ങളൊക്കെ അറിയാം. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനെ എങ്ങനെ മെരുക്കണം എന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇത്രയും നാളും ഈ നെയിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കയ്യിലും കാലിലൊക്കെ സ്ക്രാച്ച് ആവാൻ തുടങ്ങിയപ്പോഴത്തേന് ഇനി വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ലെന്ന് തോന്നി. അങ്ങനെ എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഈ നെയിൽ കട്ട് ചെയ്യണം എന്നുള്ള തീരുമാനത്തിലായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. എന്തായാലും ആദ്യമൊക്കെ ഇച്ചിരി പാട് പെട്ടെങ്കിലും പിന്നീട് അവൻ അതിനെ പിടിച്ച് ഒന്ന് കറക്റ്റ് ചെയ്ത് ഇരുത്തിയപ്പോഴത്തേനും അതിൻ്റെ ആ ഒരു അനക്കം വരെ ഇങ്ങനെ സ്റ്റക്കായി ഇരുന്ന കണക്ക്. ശരിക്കും പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും വിഷമം വന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് അവനെ ഇങ്ങനെ അനങ്ങാതിരിക്കുന്ന കാണുന്നത് കേട്ടോ. ശരിക്കും ഇങ്ങനെയൊക്കെ ഒരു പൂച്ച ഇരിക്കുമോ എന്ന് ഞാൻ ആലോചിച്ച് പോയി. നമുക്കിത് പറ്റത്തില്ല. അവൻ എങ്ങനെയാണ് പിടിച്ചത്, എങ്ങനെ ഇരുത്തിയെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും കണ്ടപ്പോൾ നല്ല വിഷമമായി. പക്ഷേ നെയിൽ കട്ട് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ കട്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു.
ആളിൻ്റെ ആ ഒരു പിടുത്തം വിട്ടപ്പോൾ തന്നെ ആൾ ആ ബെഡിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ടുണ്ട്. ചാടി ഇറങ്ങിയൊക്കെ അവിടെയൊക്കെ ഒന്ന് നോക്കുകയാണ്, പരിസരമൊക്കെ ഒന്ന് നോക്കി ഇറങ്ങിപ്പോകാനുള്ള പ്ലാനാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ തന്നെ ഞാനിനി എടുത്തു. അപ്പോൾ ഇതിൻ്റെ പുറത്ത് വേറെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ തന്നെ നോക്ക്. ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ കണ്ടു ഭയങ്കര റൗഡി ലുക്ക് ഉണ്ടല്ലേ ഫേസ് കണ്ടിട്ട്. ഇവനെ കണ്ടോ, ഇവൻ്റെ കണ്ണ് കണ്ടിട്ട് തന്നെ ഭയങ്കരമായിട്ട് പേടിയാകുന്നുണ്ട്. കണ്ണിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതാണോ പൂച്ചക്കണ്ണ്? രാത്രിയിലൊക്കെ വന്ന് മുമ്പ് ഇന്ന് കഴിഞ്ഞാൽ ശരിക്കും പേടിച്ചു പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ ബില്ലു എല്ലാം ഒന്ന് ഓടിച്ചിട്ടൊന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ സേഫായിട്ട് തന്നെ ബില്ലുവിനെ കിട്ടി. നമ്മളപ്പോൾ അതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ആളിപ്പോൾ ഓക്കെ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ബില്ലുവിനെ അങ്ങനെ കാറ് കയറ്റി ഒന്ന് തടവിയൊക്കെ കൊടുത്ത് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത്രയും കഷ്ടപ്പെടുത്തിയതല്ലേ. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഒന്ന് തിരിഞ്ഞ് നോക്കിയപ്പോൾ താണ്ടെ അതിൻ്റെ മണ്ടയ്ക്ക് കയറിയിരിക്കുവാണ് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും. താഴെ ഇരുന്നിട്ടൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഇനി എന്നെ എങ്ങോട്ടാണ് കൊണ്ടുവന്നത്, എന്ത് ചെയ്യാനാണ് കൊണ്ടുവന്നതെന്നൊക്കെയാണോ ആലോചിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ആളിതാ പുറത്തോട്ടൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. നല്ല നിരീക്ഷണത്തിലാണ് കേട്ടോ സംഭവം. ഇടയ്ക്കൂടെ ചെറിയ രീതിയിൽ സൗണ്ടൊക്കെ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. എന്താണ് ആൾ ഉദ്ദേശിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. മൊത്തത്തിലൊന്ന് ചുറ്റും ഒന്ന് നോക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു പെറ്റ് ഷോപ്പ് കണ്ടു. അപ്പോഴാണ് ആലോചിച്ചത് ഇവനിക്ക് ബെൽറ്റ് വളരെ അത്യാവശ്യമാണ്. ബെൽറ്റ് ഇല്ലാതെ ഒരു പണി നടക്കത്തില്ല. കാരണം ഇവൻ ഇടയ്ക്കൂടെ പുറത്തിറങ്ങി കറങ്ങിയിട്ടാണ് വരുന്നത്. അത് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഇവനിക്ക് എപ്പോഴും നമ്മളങ്ങനെ ബെൽറ്റ് ഇട്ടൊന്നും ഇടത്തില്ല കേട്ടോ. അപ്പം നമ്മൾ ജസ്റ്റ് നമുക്ക് അത്യാവശ്യത്തിന് ചില സമയത്തൊക്കെ അവൻ ഇച്ചിരി വികൃതി കൂടുതലല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബെൽറ്റ് മേടിച്ചു. അപ്പം അവിടെ വേറെ കളേഴ്സ് ഉണ്ട്. എനിക്ക് ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ബ്ലാക്ക് എടുത്തു. ചെറിയൊരു നീല മണിയുണ്ട്, അതിങ്ങനെ കിലുങ്ങുമ്പോൾ സൗണ്ടൊക്കെ കേൾക്കുന്ന മണിയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തി. ആൾ പുറത്തിറങ്ങാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തിറങ്ങാനാണെന്ന് തോന്നുന്നു. എങ്ങനെ ചാടും എന്നായിരിക്കും ആൾ വിചാരിക്കുന്നത്. അങ്ങനെ താണ്ട ആളിതാ ഇറങ്ങി. നമ്മളിതാ വീട്ടിലേക്ക് കയറാൻ പോവാണ്. ആളിപ്പോൾ ഓക്കെ ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ആൾ എൻ്റെ കൂടെ കയറുവാണോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം ആളിൻ്റെ ഇരുത്ത് കണ്ടിട്ട് വിളിച്ചിട്ടൊന്നും വരുന്നില്ല, മുഖത്തോട്ടൊന്നും നോക്കുന്നില്ല. എന്ത് പറ്റിയെന്നറിയില്ല കേട്ടോ. ആള് അങ്ങോട്ട് ഫേസ് തരുന്നില്ല. അവൻ്റെ ഇരുത്ത് കണ്ടിട്ട് അത്ര പന്തിയല്ല. അവനപ്പോൾ അത് അകത്തോട്ട് ആ കാറിൻ്റെ അടിയിലോട്ടൊന്ന് കുനിഞ്ഞ് സൂക്ഷിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അവിടെ എന്തോ അവൻ കണ്ടിട്ടുണ്ട്. അങ്ങോട്ട് ഓടി പോകുന്നതിന് മുമ്പ് അവനെ ഇനി എടുത്തു ഞാൻ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.